കെ ഷിത കൂടി ചേരുന്നു. ഷിത, ഈ വയനാട് സ്ഥാനാർത്ഥി നിർണയത്തിൽ എന്താണ് തർക്കമുണ്ടായത്? ഇത് അങ്ങനെ ഒരു പരസ്യമായ പ്രതികരണങ്ങളൊന്നും വയനാട്ടിൽ നിന്നുണ്ടായില്ലല്ലോ. അജിംസ്, പരസ്യ പ്രതികരണങ്ങളൊന്നും തന്നെ വയനാട്ടിൽ ഉണ്ടായിരുന്നില്ല. വയനാട്ടിൽ ഇലക്ഷന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ആ സമയം മുതൽ തന്നെ വയനാട്ടിലെ പ്രവർത്തകർക്കിടയിൽ ഈ ഒരു മുറുമുറുപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. നവ്യ ഹരിദാസ് അവിടെ സ്ഥാനാർത്ഥിയായി എത്തുന്നത്, വയനാട്ടുകാരിയല്ല നവ്യ ഹരിദാസ്. അങ്ങനെ കഴിഞ്ഞ തവണ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മത്സരിച്ച ഒരു സ്ഥലത്ത് വലിയ രീതിയിൽ വോട്ട് കൂട്ടാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സ്ഥലത്ത് ഒരു അപ്രസക്തി, നവ്യ ഹരിദാസ് ഒരു കോർപ്പറേഷൻ കൗൺസിലറാണ്. അതിനപ്പുറത്തേക്ക് ഒരു നേതാവായി വളർന്നിട്ടില്ലാത്ത ഒരാളെ വയനാട് മണ്ഡലത്തിലേക്ക് കെട്ടിവെച്ചു എന്നുള്ള ഒരു ആരോപണം അന്ന് തന്നെ വയനാട്ടിലെ നേതാക്കൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അത് പ്രധാനമായും അതിൽ പറയുന്നത് ഗ്രൂപ്പുകളാണ് ഈ കഴിഞ്ഞ ബൈ ഇലക്ഷൻ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെയും ഒപ്പം തന്നെ പാലക്കാടെയും തെരഞ്ഞെടുപ്പുകൾ നിയന്ത്രിച്ചത് എന്നുള്ളതാണ്. ഗ്രൂപ്പ് വീതം വെപ്പിന്റെ ഭാഗമായിട്ടാണ് വയനാട്ടിൽ നവ്യ ഹരിദാസ് സ്ഥാനാർത്ഥിയാകുന്നതും പാലക്കാട് കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയാകുന്നതും. അങ്ങനെ ഗ്രൂപ്പ് വീതം വെച്ചതിനാലാണ് ഇപ്പോൾ വയനാട്ടിൽ BJPക്ക് കെട്ടിവെച്ച കാശ് പോലും ലഭിക്കാതെയാണ് വയനാട്ടിലെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത്. 1 ലക്ഷത്തിന് മുകളിൽ അവർ വോട്ട് നേടിയിട്ടുണ്ടെങ്കിൽ പോലും കെട്ടിവെച്ച കാശ് ലഭിച്ചിട്ടില്ല. മറ്റൊരു സ്ഥാനാർത്ഥി ആയിരുന്നെങ്കിൽ, എല്ലാവർക്കും സമ്മതിയായ ഒരു സ്ഥാനാർത്ഥി ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ വയനാട്ടിൽ വലിയ രീതിയിൽ വോട്ട് വീണ്ടും കൂട്ടാനാകുമെന്നായിരുന്നു BJP നേതൃത്വം പറയുന്നത്. അതിപ്പോൾ വീണ്ടും ആ ചർച്ച സജീവമായി തന്നെ വയനാട് മണ്ഡലത്തിൽ ഉയരുന്നുണ്ട്. അത് ഖുഷ്ബു ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ സ്ഥാനാർത്ഥിയാകും, പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമ്പോൾ ഖുഷ്ബു ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ സ്ഥാനാർത്ഥിയാകുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ചർച്ച പോലും നടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ സംസ്ഥാനത്തെ ഈ നേതാക്കളുടെ വീതം വെപ്പിന്റെ ഭാഗമായി നവ്യ ഹരിദാസ് വയനാട്ടിൽ സ്ഥാനാർത്ഥിയാകുന്നത്. അതിനെതിരെയാണ് വീണ്ടും ഇപ്പോൾ ആ ഒരു പടയൊരുക്കം വരുന്നത്. അതിൽ ഒപ്പം തന്നെ പ്രവർത്തകർക്കിടയിൽ BJP പ്രവർത്തകർ പറയുന്ന ഒരു കാര്യം, ഈ കേന്ദ്ര കമ്മിറ്റി നൽകുന്ന തെരഞ്ഞെടുപ്പ് ഫണ്ട് വീതം വെക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നെന്നുള്ള ഗുരുതരമായ ആരോപണം കൂടെ അവർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗ്രൂപ്പുകൾ നിയന്ത്രിച്ചതിനാലാണ് ഈ വയനാട്ടിലും പാലക്കാടും തോൽക്കാനുള്ള ഒരു കാരണം. അത് ചേലക്കരയിൽ അതേസമയം തന്നെ ഒരു സർവ്വസമ്മതനായ ഒരു സ്ഥാനാർത്ഥി വന്നതോടുകൂടെ തന്നെ BJPയുടെ വോട്ട് വിഹിതം കൂട്ടാനായി എന്നുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. അത് ഈ ഒരു 2 സ്ഥാനാർത്ഥികളും എല്ലാവർക്കും പൊതുസമ്മതനല്ലാത്ത, അതായത് BJPക്കാർക്കിടയിൽ പൊതുസമ്മതനല്ലാത്ത സ്ഥാനാർത്ഥികളെ നിർത്തിയതാണ് ഇതിൽ പ്രശ്നമെന്നുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ വയനാട്ടിൽ നിന്നും ഉയർന്നു വന്നിരിക്കുന്നത്. ഷിതയിലേക്ക് വരാം.